വില്ലേജ് വൈബ്സിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് സിക്കിമിലാട്ടാ. കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോകൾ കണ്ടത് മേഘാലയയിൽ നമ്മൾ ആസാം, വെസ്റ്റ് ബംഗാൾ വഴി നമ്മൾ സിക്കിമിൽ എത്തിയാണ്. സിക്കിമിലെ റാങ്പോ എന്ന സ്ഥലത്ത് നമ്മൾ കണ്ടത്. എൻ്റെ യാത്രയുള്ള 22ാമത്തെ സംസ്ഥാനമാണ്. ഞാൻ വരുമ്പോൾ ഷൂട്ട് ചെയ്യാത്തെന്ന് പറഞ്ഞാൽ നമ്മൾ മേഘാലയം അതേപോലെ ആസാം ആയാലും വെസ്റ്റ് ബംഗാളൊക്കെ ആയാലും നമ്മൾ പോകുമ്പോൾ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് കൂടി നമ്മൾ തിരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഷൂട്ട് ചെയ്തതാണ്. ഇപ്പൊ നമ്മളെ കൂടെ ഉള്ളത് ഷോണിന്റെ സ്ഥലം കൊല്ലത്താണ്. ഷോൺ എന്താന്നുള്ളത് ഷോണിനോട് നമുക്ക് ചോദിക്കാം. പറയും ചെറിയ അഭിനയം പരിപാടിയൊക്കെ ഉണ്ട്. ഹിന്ദി വെബ് സീരീസ് ചെയ്തു. പിന്നെ മെയിനായിട്ട് ഇവിടെ പോലീസ് ക്യാരക്ടർ ചെയ്ത് നാട്ടിൽ ജീസസിന്റെ ക്യാരക്ടർ ചെയ്തു. പല സ്ഥലങ്ങളിൽ ചെയ്തു. ഇപ്പം ചിലപ്പോൾ ഒരു വെബ് സീരീസിൽ മലയാളത്തിൽ വരും ജീസസിന്റെ ക്യാരക്ടർ. അപ്പൊ അതിനായിട്ട് നാട്ടിൽ വരുന്നുണ്ട് 2 മാസം കഴിഞ്ഞു. സിക്കിമിൽ ഇപ്പോൾ ജിം മാനേജ് ചെയ്യുന്ന ഓൺലൈൻ 2 രീതിയിൽ വരുന്നുണ്ട്. ഇംഗ്ലീഷ് പിന്നെ ഓൺലൈൻ ഫിറ്റ്നസ്. അതിന് മുമ്പ് സ്കൂൾ പ്രിൻസിപ്പൽ ആയിരുന്നു 2 വർഷം. അപ്പോൾ ഈ ജിമ്മിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ എത്തിയാണ്. ഞാൻ യാത്ര തുടങ്ങിയ സമയത്ത് എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്തിരുന്നു ഇവിടെ വരുമ്പോൾ എന്തായാലും ഇവിടെ വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളങ്ങനെ ഇന്നലെ രാത്രി എത്തി നന്നായിട്ട് റെസ്റ്റ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാണ്. നമ്മൾ ഈ ചേച്ചിന്റെ ഷോപ്പിലായിട്ട് നമ്മൾ വന്നിട്ടുള്ളത്. നമുക്ക് കിട്ടിയ കൂടുതൽ ഫുഡ് കാര്യങ്ങളൊക്കെയാണ് ഇത്. ഇനി നമ്മൾ നാളെ ഞങ്ങളെ കൂടി കൊണ്ട് ഒരുമിച്ചിട്ട് നമ്മൾ താരബീർ എന്ന് പറഞ്ഞ ഒരു കിടില സ്പോട്ട് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മളെല്ലാം കൂടി ഒരുമിച്ചിട്ട് യാത്ര ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം സിക്കിമിലെ വിന്റർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ സിക്കിമിന്റെ ഐസ് എന്ന ഭാഗത്തേക്ക് നമ്മൾ പോകും. അപ്പോൾ ജുനി അവിടെ ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ജിം സെന്ററും ഇവിടുത്തെ കുറെ കാഴ്ചകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കാണാം. നമ്മൾ ഫുഡ് കഴിച്ചത് കാണുന്ന ബിൽഡിംഗ് കണ്ടില്ല, അവിടുന്ന് കേട്ടോ. ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത്. വരെ ജിമ്മിൻ്റെ താഴത്തുള്ളൊരു ഭാഗമാണ് ജിമ്മ്. ഞാൻ കാണിച്ചു തരാം. ഇന്നലെ ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വെച്ചാൽ കേട്ടോ. ഇതൊരു ചെറിയ LP സ്കൂൾ അങ്ങനെ എന്ത് പറഞ്ഞു ഈ ഹാളിട്ടാ. ചെറിയ കുട്ടികൾ അടിക്കണ സ്കൂൾ എന്ത് വരുന്ന പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളെ റൂം. ഞങ്ങളെ സാധനമൊക്കെ അന്നേരം അവിടെ കൊടുന്ന് വലിച്ചു വാരിയിട്ടതാണ് ഇവിടെ രാത്രി വന്നിട്ട്. ഇതിങ്ങളാ ഇത് ഈ നിൽക്കുന്ന ആളത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും. നോക്കുകയാണെങ്കിൽ മുഖം വേറൊരു രൂപയ്ക്കണി. ഇതിപ്പോ എന്താ ഈ റഗ്ബിന്റെ ജേഴ്സി എന്താ സംഭവം? ഒരു റഗ്ബിന്റെ ജേഴ്സി ഇരിക്കണേ. ക്ലബ് ടൂർണമെന്റ് ആയിരുന്നു. പക്ഷേ കേരള പേരിൽ തന്നെ മത്സരിച്ചു. ഒരു ട്രോഫിയും ജയിച്ചായിരുന്നു. ചെന്നൈയിൽ വെച്ച മത്സരം. ചെന്നൈയില് 2016. പിന്നെ നിങ്ങൾ എത്തിപ്പെടാത്ത മേഖല ഇപ്പൊ ഏതാ ഉള്ളത്? ഇന്ത്യക്ക് വേണ്ടി ഒരു ഏതെങ്കിലും ഒരു സ്പോർട്ടിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യണം. അതിനുവേണ്ടിയാണ് അതാണ് ആഗ്രഹം, അതിനുവേണ്ടി ചെന്നൈ ലക്ഷ്യം. ഞങ്ങള് ഇവരിവിടെ കിടന്ന് ഞങ്ങൾ രണ്ടാളും ഇവിടെ കിടന്നിട്ട് ഇതൊക്കെ നമ്മുടെ സാധനങ്ങൾ ഇവിടെ വലിച്ചു വാരിട്ടാണ്. MS ധോണിന്റെ ഒരു ഫോട്ടോ ഒട്ടിച്ചിരിക്കണല്ലോ. മോട്ടിവേഷൻ. നമ്മളെ ജിമ്മൊന്ന് കാണിച്ചു കൊടുക്കണം. അതേപോലെ നമുക്ക് ഇവിടെയുള്ള പരിസരങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് കാണിക്കണം. കേരളത്തിന്റെ കീഴ്ചേരിട്ട് സിക്കിമിലെ ജിം സെന്റർ തുറക്കാൻ പോവാണ്. ഇതാണ് ജിമ്മിലെ ആ ഫോട്ടോയിലുള്ള നിങ്ങളല്ലല്ലോ. നിങ്ങളാ ഇതിലേതൊക്കെ ഇപ്പൊ നിങ്ങള്? ഇത് നിങ്ങളല്ല, ഇതൊക്കെ ആള്. ഇതൊരു ജോൺ അബ്രാമിന്റെ കട്ടുണ്ടല്ലേ? ഇതിലിപ്പോ ഏതാ? ഇതെല്ലാം നിങ്ങളാ? പക്ഷെ ഇത് മുഖം ഒരു വേറെ ഒരു രൂപത്തിലേ അത് തേച്ചിട്ടാ ഒട്ടും അങ്ങനെ. അതിന്റെ മെഡലല്ലേ ഇത്? ഇത് വേറെ മെയിൻ മെഡലുകളും ട്രോഫിയും കൊണ്ടുവന്നിട്ടില്ല. വേറെ ജിമ്മിൽ വെച്ചേക്കോ. നേരത്തെ ട്രെയിനായിരുന്നു ജിമ്മ്. ഇത് കേരളത്തിലെ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ഓർഗനൈസർ ആയിരുന്നു. ഓർഗനൈസറിന്റെ ജസ്റ്റ് ഒരു മെമൻഡോ തന്ന IPC നാച്ചുറൽ മിസ്റ്റർ കേരള മെമൻഡോ ജസ്റ്റ് ഓർഗനൈസേഴ്സിന് കൊടുക്കുന്നു. അതിന് ചുമ്മാ മെയിൻ ട്രോഫികളൊക്കെ വേറെ നേരത്തെ ട്രെയിനായിട്ട് ജിമ്മിൽ വെച്ചേക്കാം. ട്രോഫി വെസ്റ്റ് ബംഗാളിലെ മത്സരത്തിന് നമ്മൾ ഇന്നലെ രാത്രി അതാ കാണുന്ന വയ്യാട്ടോ വന്നത്. ഇത് ടീസാരവരാണ് താഴെക്കൂടി ആക്കുന്നത്. ഇപ്പോൾ വെള്ളം കലങ്ങിയിരിക്കണ്. ഐസ് ഉരുക്കിയിട്ടുള്ള കലക്കുകളാണ് വരുന്നത്. 2 ദിവസം മുന്നേ വരെ പച്ചപ്പ് വയ്ക്കുന്നില്ല. നല്ല തെളിഞ്ഞ വെള്ളത്തിൽ 2 ദിവസം നല്ല പച്ചക്കളല്ല, നല്ല തെളിഞ്ഞ. എൻ്റെ കാല് കുത്തിയാനത് കല്ലിൽ കാലട്ടി. ഇപ്പോൾ ഈ സമയത്ത് വെള്ളം വൃത്തിയില്ല കേട്ടോ. ഞാൻ ഐസ് ഉരുക്കിയതുകൊണ്ടാണ്. ഇപ്പോൾ ഇതിൽ ഇതുണ്ടോ റിവർ റാഫ്റ്റിംഗ് നടക്കണ്ടേ ഈ സമയത്ത്? റിവർ റാഫ്റ്റിംഗ്
ഇതുവഴി പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല ഞാൻ അവിടെ കണ്ട് റാഫ്റ്റിങ്ങിന്റെ ബോട്ട്, പക്ഷെ ഈ സമയത്തുണ്ടോ? കാരണം മഴ വരത്തില്ല. ഈ സമയത്ത് എന്താ പറഞ്ഞാല് അഥവാ മറിഞ്ഞ് വെള്ളത്തിൽ വീണ തണുപ്പ് സഹിക്കാൻ പറ്റൂല. അത് മുങ്ങിച്ചാവൊന്നുമില്ല എന്തായാലും. മറ്റേ നമ്മളെ ഫുള്ള് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടില്ല. കുറവാണ്, അതുപോലെ ആഴം ഇപ്പൊ കുറവാണ് വിന്ററില്. മറ്റേ സമ്മറിൽ ഒത്തിരി ആഴം കുറയും, പിന്നെ മഴയുള്ളപ്പം കൂടും. അതുകൊണ്ട് മഴയുള്ളപ്പോൾ റിസ്ക്, സമ്മറിൽ പറ്റത്തില്ല. വിന്ററിലാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി നമ്മളെ വണ്ടിന്റെ സൈലൻസറിന്റെ ഒരു ബോൾട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റണം. ആ ബോക്സ് കുറച്ച് ഹൈറ്റ് കൂടിയ കാരണം ഓഫ് റോഡ് പോയിട്ട് നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം ഈ 3 സംസ്ഥാനത്ത് ഓഫ് റോഡ് പോയതാ. സൈലൻസറിന്റെ ബോൾട്ട് പൊട്ടി കെട്ടിയിട്ടാണ്. പിന്നെ ഓയിൽ മാറണം, ഗിയർ ഓയിൽ മാറണം, പിന്നെ നമ്മളെ ഹെയർ ഫിൽറ്റർ മാറണം. അപ്പോൾ അതിനെ കൂടി പോകേണ്ടി നിൽക്കണം ഞങ്ങൾ. ഇപ്പോൾ സമയം 2 മണിയായി ഇവിടെ. ഇനി നാളെ ഞങ്ങൾ താരബീർ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളായിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുള്ളൂ കേട്ടോ. നമ്മളെ സൈലൻസർ ഇവിടുത്തെ ലഗേജ് ബോക്സ് അടിച്ചിട്ട് ഈ സൈലൻസർ വന്ന് ഇങ്ങനെ അടിക്കായിരുന്നു, അങ്ങനെ പൊട്ടിയായിരുന്നു. ഇവിടെ ബോൾട്ട് അതിൻ്റെ അകത്ത് പൊട്ടിയിരുന്നു. വെൽഡ് ചെയ്ത് ഒഴിവാക്കി, ഇവിടെ വെൽഡ് ചെയ്ത്. ഇതിൻ്റെ മേലത്തെ ഈ കപ്പുണ്ട്, അത് മാറ്റണം. പിന്നെ ഓയിൽ മാറ്റാൻ, ഗിയർ ഓയിൽ മാറ്റാൻ അങ്ങനെ കുറേ പണിയുണ്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിക്കിമിലെ ബമ്മുള്ള കിട്ടുക. സിക്കിമിലെ അമ്മേൻ്റെ സർവീസ് പറഞ്ഞാൽ നല്ല പക്കയാണ്. നമ്മൾ പറഞ്ഞ ജോലി അതുപോലെ ചെയ്തു തരും. റാങ്പോ എന്നുള്ള വീഡിയോയ്ക്ക് ശേഷം നമ്മളിപ്പോൾ അതാ ഗാങ്ടോക്കിലെത്തിയിട്ടാണ്. നമ്മുടെ കയ്യിൽ നമ്മളെ ബൈക്കില്ല. ഇല്ലാത്ത കാരണം എന്താ പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താ പറയുക, നാദില പാസ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ പോകാൻ എൻ്റെ സ്കൂട്ടർ 113 cc ആയ കാരണം അതിന് പെർമിറ്റ് കിട്ടുന്നില്ല. 115 മുകൾക്കുള്ളത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പല രീതിക്ക് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. നമ്മൾ 19 ഫീറ്റുള്ള ഹയസ്റ്റ് മോട്ടോർ പാസ് എംലിംഗ് വരെ നമ്മൾ പോയി, പക്ഷേ നമുക്ക് ഇവിടെ പെർമിറ്റ് കിട്ടിയില്ല. അപ്പോൾ നമ്മളിവിടെ ടാക്സി ബുക്ക് ചെയ്തിട്ട് നമുക്ക് നാദില പാസ് പോകാൻ. ഇപ്പോൾ നമ്മൾ ഗാങ്ടോക്കിലൊക്കെ ഇപ്പോൾ ഉള്ളത് നാവൊക്കെ ഉളുക്കണ് തണുപ്പുണ്ട്. ഇവിടുന്ന് ടാക്സിക്ക് നമ്മൾ ഒരു 3 കിലോമീറ്റർ അപ്പുറം സ്റ്റാൻഡ് ഉണ്ട്, അവിടെയൊക്കെ നമ്മൾ പോകണം. അവിടുന്ന് നമ്മുടെ വണ്ടി ഉള്ളത് കിട്ടുക, അവിടെയൊക്കെ അപ്പോൾ നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ ഗാങ്ടോക്കിൽ നിന്ന് നമ്മളൊരു ടാക്സി വിളിച്ച് ചാൻമാരി സ്റ്റാൻഡിൽ നിന്ന് തന്നെ അവിടെ നമുക്ക് പോകാനുള്ളത്. ഇവിടുന്ന് ഏകദേശം 3 കിലോമീറ്റർ ഉണ്ട്, 150 രൂപയാണ് അവിടേക്ക് ഉള്ളത്. ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ നാദിൽ അവിടെയൊക്കെ നല്ല രീതിയിൽ സ്നോ എന്താ പറയുക മഞ്ഞ് പെയ്യുന്നുണ്ടാകുന്നതാണ് ഇവരൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ നമുക്ക് ഇവിടുന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട്, മലമുകളിൽ നിറയെ ഐസ് കൊണ്ട് എടുക്കുന്നത് കേട്ടോ. നല്ല തണുപ്പാണ്. എൻ്റെ അടുത്താണ് ഗ്ലൗ ഇല്ല, ഒരു ഗ്ലൗ ഇനി വാങ്ങിക്കണം. എൻ്റെ റൈഡിങ് ഗ്ലൗ ഉള്ളത്, എൻ്റെ കയ്യിലുള്ള ഗ്ലൗ ജുനുവിൻ്റെ അടുത്താണ്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി അവിടെ ഐസ് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ 2 ദിവസമായിട്ട് സ്നോ കുറവായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാക്കേജ് എടുത്തവർ പറഞ്ഞു സ്നോ ഉണ്ട്, പക്ഷേ കുറവാണ് ഐസ് എന്ന് പറഞ്ഞിരുന്നു അവിടെ. പക്ഷെ ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴ പെയ്ത്. അപ്പോൾ ഇവിടെ സ്നോ മഞ്ഞ് വീഴ്ച തുടങ്ങിയിട്ടുള്ള മഴയാണ് ഇവിടെയെന്നാണ് പറഞ്ഞത്. ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് ചിലപ്പം നമ്മൾ താഴേന്ന് കണ്ടിരുന്ന മലമുകളിൽ നിറയെ ഐസ് വീണെടുക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ചാൻമാരി സ്റ്റാൻഡിലെത്തിയിട്ടാണ്. ആകെ മൂഞ്ചിന്നാണ് തോന്നുന്നത്. വെതർ മോശമായ കാരണം പെർമിറ്റ് കൊടുക്കണില്ല. ചിലപ്പം ബാക്കിയുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ വണ്ടികൾ പെർമിറ്റ് കൊടുക്കുന്നതാണ് പറഞ്ഞു കേട്ടോ. അവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കാരണം ഞാൻ പറഞ്ഞില്ല ഇന്നലെ രാത്രി ഇവിടെ നല്ല മഴ പെയ്തിരുന്നെന്ന്. അതവിടെ സ്നോ വീണതാണ്. അപ്പോൾ റോഡും ഇതൊക്കെ മോശമാണ്. പിന്നെ അവിടെ ഇപ്പോൾ സ്നോ വീണുകൊണ്ടിരിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഏതായാലും നല്ലൊരു പണിയാണ് കിട്ടിയിരിക്കണത്. അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. ഇതേമാതിരി കുറേ ആളുകൾ വന്നിട്ട് ഇങ്ങനെ മടങ്ങിപ്പോണ്ട്, കുറേ ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. നമ്മളാണ് വണ്ടി ഇതേമാതിരിക്കൊരു സുമിയാണ് നമുക്കുള്ളത്, 10 ആൾക്കുള്ള ഒരു സുമിയിലാണ് നമ്മളുള്ളത്, നമ്മളുണ്ടാളും. അപ്പോൾ ആ വണ്ടീൻ്റെ ആളെ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ കൊടുക്കണില്ല. അങ്ങനെ കൂടി ഒരു അവസ്ഥയാണ് ഇപ്പോൾ. ഏതായാലും ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ല പണിയാണ് കിട്ടിയത്. ഹെവി സ്നോഫോൾ കാരണം റോഡ് ക്ലോസ്. നമുക്ക് വണ്ടിക്ക് പെർമിറ്റ് കിട്ടൂലായിരുന്നു. നമ്മളെ വണ്ടിക്കല്ല, നമ്മളെ ടാക്സി ഏൽപ്പിച്ചിരുന്നു, പക്ഷേ അതിന് വരെ പെർമിറ്റ് കിട്ടൂലായിരുന്നു. നമ്മൾ താമസിച്ച റൂമിൽ നിന്ന് ഇന്നലെ നമ്മൾ റാങ്പോ എന്ന് ഇവിടെ ഗാങ്ടോക്കിൽ വന്ന് റൂം എടുത്ത് 1000 രൂപ റൂമിനായത്. റൂം എടുത്ത് നമ്മൾ താമസിച്ച അവിടുന്ന് 150 രൂപ നമ്മൾ ടാക്സിക്കും കൊടുത്ത് ഇവിടെ ചാൻമാരി സ്റ്റാൻഡ് എന്ന് പറഞ്ഞ സ്റ്റാൻഡിലേക്ക് ടാക്സി സ്റ്റാൻഡ് ഉണ്ട്, അവിടേക്ക് വരണം എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ രാവിലെ 7 മണിക്ക് എണീറ്റെത്തി. ഇവിടെ എത്തിയിട്ട് നമ്മൾ ഡ്രൈവർക്ക് വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. അപ്പോൾ നമ്മൾ ട്രാവൽസൊക്കെ വിളിച്ച് നോക്കിയാണ് പാക്കേജ് ചെയ്തതാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞ് ഇന്ന് പെർമിറ്റ് കിട്ടിയിട്ടില്ല. അത് അയാൾക്ക് നമ്മൾ റൂമിലുള്ള സമയത്ത് തന്നെ മെസ്സേജ് തരികയാണെങ്കിൽ നമുക്ക് ഈ മെനക്കേടിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ആ കാണുന്ന മലമുകളിൽ കണ്ട ഐസ് കണ്ടില്ല. ഇന്നലെ രാത്രി ഒന്നും ഇവിടെ ഐസില്ല. ഇന്നലെ രാത്രിക്കത്തെ എന്താ പറയുക, ഇന്നലെ വൈകുന്നേരം വരെ ഐസില്ല. ഇന്നലെ രാത്രിക്കത്തെ സ്നോഫോളിലായതായിട്ട് ഐസ്. പക്ഷേ നമുക്കത് വേണ്ടിണ്ടായിരുന്നില്ല. ഉള്ളത് ഐസ് നാദിൽ പോയിട്ട് ഐസ് കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ ഓവർ സ്നോഫോളായ കാരണം റോഡ് ക്ലോസ് ആയത്. എന്ത് ഭംഗിയാണ് കാണാനെന്നറിയോ. നമ്മളങ്ങനെ ഗാങ്ടോക്കിൽ നിന്ന് തിരിച്ച് വന്നിട്ട് റാങ്പോയിലേക്ക് തന്നെ വന്ന്, കാരണം നമുക്ക് പെർമിറ്റ് കിട്ടിയിട്ടില്ല സ്നോഫോൾ ചെയ്ത കാരണം. ഇവിടെ നമുക്ക് ഒരാളെ കാണിച്ചു തരാം. 24 വർഷമായിട്ട് ആൾ സിക്കിമിലാണ് ഉള്ളത്. നമ്മളെ സനിലേട്ടെ ഇപ്പോൾ 24 വർഷമായിട്ട് സിക്കിമിലാണല്ലേ? സിക്കിമിൽ 14 വർഷം.
ആർമിയിൽ റിക്രൂട്ട്മെന്റിന് വേണ്ടി വന്നാണ് ഇവിടെ. എന്നിട്ട് ഇവിടെ ടയർ കാടാക്കി മാറ്റി. ഇതാട്ടാ മുപ്പര പഞ്ചരട. നമ്മളിവിടെ വണ്ടി ഇവിടെ നിർത്തിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് പോയിരുന്നത്, ഗാങ്ടോക്കിലേക്ക് പോയിരുന്നത്. ഇവരെ പഞ്ചരടൻ്റെ അവിടെ. നമ്മളെ പ്രതീക്ഷകളൊന്നും സിക്കിമിൽ വന്നിട്ട് ഒന്നും നടന്നിട്ടില്ല. നമുക്ക് ബൈക്കിന് പോകാൻ പെർമിറ്റ് കിട്ടിയില്ല. നമ്മൾ ടാക്സിക്ക് പോകാൻ നോക്കിയപ്പോൾ സ്നോഫോൾ പെയ്തിട്ട് റോഡ് ക്ലോസ്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ ഗാങ്ടോക്ക് നമ്മൾ വണ്ടി ഉണ്ടാകാൻ പറ്റും, പക്ഷേ വണ്ടി ഓടിക്കാൻ എടുക്കണ്ടെന്ന് കരുതിയിട്ട് ഇവിടെ നിർത്തിയിട്ട് പോയത്. അവിടെ പാർക്കിംഗ് സ്പേസ് കിട്ടില്ല വെച്ചിട്ട് ഇവരെ കടയിൽ നമ്മൾ നിർത്തി പോയത് കിട്ടാ. ഒരുപാട് പ്രതീക്ഷകളോടെ നമ്മൾ സിക്കിമിലെത്തിയത്. ഇപ്പോൾ എത്തിയിട്ട് 5 ദിവസം കഴിഞ്ഞിട്ടുള്ള 5 ദിവസം കണ്ടാണ് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടാ. കാരണം നിങ്ങൾ കണ്ടതാണ്, നമ്മളിവിടെ എത്തിയിട്ട് നമുക്ക് സിക്കിമിൽ ഒരുപാട് സ്ഥലങ്ങൾ പോകാൻ പ്ലാൻ ചെയ്ത് വന്നതാണ്. പക്ഷേ നമ്മൾ ബൈക്ക് സ്കൂട്ടർ 113 cc ആ കാരണം ഇവിടെ പെർമിറ്റ് കിട്ടൂല. 115 മുകൾക്കുള്ള പെർമിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ബൈക്ക് വെച്ചിട്ട് നമ്മൾ ടാക്സിക്ക് നാദൂരൊക്കെ പോകാൻ വേണ്ടി പെർമിറ്റ് എടുത്തിരുന്നു. പക്ഷേ ഇന്നലെ മിനിഞ്ഞാങ്ങൾ കണ്ടതാണ് വീഡിയോസ്. രാത്രി മഴ ചെറുതായിട്ട് മഴ ഇവിടെ പെയ്തിരുന്നു. അപ്പോൾ നാദൂര റൂട്ടിലൊക്കെ നല്ല രീതിയിൽ സ്നോ വീണിട്ട് റോഡ് ക്ലോസ് ആയി. അപ്പോൾ നമുക്ക് അതും പോകാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഞാൻ ഏകദേശം എത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 23,375 കിലോമീറ്റർ ഇപ്പോൾ ഞാൻ യാത്ര ചെയ്ത്. ഏകദേശം 8 മാസമായി. ഇന്ത്യയിൽ 22 സ്റ്റേറ്റ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്ത്. അപ്പോൾ ഇനി ഇന്ത്യയിൽ യാത്ര ഇവിടെ നിർത്തുകയാണ്. ഞാൻ വണ്ടി ഇവിടെ നമ്മളെ ഷോണിന് കൽപ്പിച്ചിട്ട് ഞാനൊരു 10 ദിവസത്തിന് ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. ഇനി നമ്മളെ യാത്ര 10 ദിവസം കഴിഞ്ഞിട്ട് തുടരുള്ളൂ. തുടർന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ്റെ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. താൽക്കാലികമായിട്ട് 6 സ്റ്റേറ്റ് ബാക്കിയുണ്ട്. അത് തിരിച്ചു വന്നിട്ടുണ്ടാവുള്ളൂ. അടുത്തത് ബംഗ്ലാദേശാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്തോനേഷ്യയിലേക്ക് ഷിപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചു വരും. അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 8 മാസമായിട്ട് ഈ ബൈക്കുമ്പോൾ തന്നെയുള്ള യാത്ര. നമ്മൾ ശരീരത്തിന് ചെറിയ റെസ്റ്റ് കിട്ടും വേണം. അപ്പോൾ ഞാൻ വെസ്റ്റ് ബംഗാളിലെ ന്യൂ ജൽപഗുരിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതുവരെ കൺഫേം ആയിട്ടില്ല. കിട്ടുന്നതിൻ്റെ പ്രതീക്ഷയൊക്കെ. നാളെ ഞങ്ങൾ പോകുന്നത് 10-ാം തീയതി, ജനുവരി 10-ാം തീയതി. ഇതുവരെ ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല, വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. നമ്മളെ MP ഒക്കെ റെക്കമെൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ സീറ്റ് കിട്ടുന്നതിനെ പ്രതീക്ഷിക്കുന്നത്. നമ്മളിത് വണ്ടിയൊക്കെ ഫുള്ള് ഇവിടെ കഴുകി വൃത്തിയാക്കി ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് വേറെ എന്താ പറയുക, ഞങ്ങൾക്ക് വലിയൊരു ഹെൽപ്പ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ 4-5 ദിവസം വരെ കൂടെ തന്നെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയിട്ടാണ് പോകുന്നത്. ഞാൻ പോയിട്ട് വന്നാൽ ഇവരെടുത്തൊക്കെ വരാനുള്ളത്. ഇവരെ ജിമ്മ് സെൻ്ററാണിത്. ഞാൻ വീഡിയോസിൽ നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ പല വീഡിയോ ആയിട്ട് എടുത്ത വീഡിയോസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ വേറെ കണ്ടന്റ് കിട്ടാത്തതുകൊണ്ട് എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് ഇതാക്കേണ്ടി വന്ന്. അപ്പോൾ നമ്മളെത്രയും സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. പക്ഷെ നമ്മളൊരു വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടായില്ല. ആദ്യം നിങ്ങൾ പറഞ്ഞു മലപ്പുറത്ത് ഫെബ്രുവരി 20 ഒരു മത്സരത്തിന് വിളിച്ചിട്ടുണ്ട് ഗസ്റ്റായിട്ട്. അതായത് മലപ്പുറത്ത് ഫെബ്രുവരി 20 ഒരു ജിമ്മിന്റെ ഇതിലാണ് നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിന് ഗസ്റ്റായിട്ട് മൂപ്പര ക്ഷണിച്ചിട്ടില്ല. നമ്മൾ ആ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടിട്ടുള്ള ഗുണമാണത്. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ തിരിച്ചെത്തിയിട്ട് ഇവിടുന്ന് നമ്മൾ ഇനി വണ്ടി എടുത്തിട്ട് നമ്മൾ ബംഗ്ലാദേശ് പോകുന്ന വീഡിയോ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.